ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ പരമാവധി ഓൺ ബോർഡ് ഇടാൻ വേണ്ടി നോക്കാറുണ്ട്, പക്ഷേ ഈ വണ്ടിയുടെ സമയത്തിൻ്റെയും അതുപോലെ തന്നെ ലാസ്റ്റ് രാത്രി എത്തുന്ന സമയവും എല്ലാം വൈകുന്നതുകൊണ്ടാണ് ഓൺ വോയിസ് ചെയ്യാൻ പറ്റാത്തത്. പരമാവധി ഞാൻ നോക്കാം. ഡേ 4 ഓഫ് ഡേ ഇൻ മൈ ഡ്യൂട്ടി ലൈഫ്. എല്ലാവർക്കും വീഡിയോ എടുക്കാം. ഈ നമ്മുടെ സെയിം ഡ്രൈവറാണ് ജിനേശേട്ടൻ ഈ വണ്ടിയുടെ. അപ്പം അവർ കുറച്ച് ലീവായിരുന്നു, ഇപ്പോൾ വന്നു. വണ്ടി എടുത്ത് ട്രാക്കി വെക്കാൻ പോവുക, കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട്. കണ്ണൂർ ബസ് സ്റ്റാൻഡായിരുന്നു. രാവിലെ ആരും ഉണ്ടാകത്തില്ല. സ്റ്റാൻഡിൽ ട്രാക്കി വെച്ചിട്ട് നമ്മൾ ആളെ വിളിച്ച് കയറ്റുക. ഇതാണ് ബാക്ക് വ്യൂ. സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ പറിച്ച് കളഞ്ഞ്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ പാലം, വളപട്ടണം പാലത്തിൻ്റെ അടുത്ത് വണ്ടി അടിച്ചിട്ട് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയിരുന്ന് പറശ്ശിനിക്കട വഴിയാണ് പോകുന്നത്. അങ്ങനെ കാസർഗോഡ് എത്തി. കാസർഗോഡ് നിന്ന് ഒരു ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ, വേറെ കഴിക്കത്തില്ല. അപ്പോൾ കാസർഗോഡ് നിന്ന് പിന്നെയും കണ്ണൂർ പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു കണ്ണൂർ TT നമ്മൾ പാസ്സാക്കി പോയി. അതിന് 150 നമുക്ക് 80 ഉള്ളൂ. എന്നിട്ട് അത് പോയപ്പോൾ നമ്മൾ ചെറുക്കള വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ ആളാകാൻ വേണ്ടി നിന്ന്. അതിനുശേഷം നമ്മൾ കണ്ണൂരെത്തിയിട്ട് ട്രാക്കി വെച്ച് കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു 2 ബത്തക്ക ജ്യൂസും ഒരു പോക്കറ്റ് ഷവർമയും കഴിച്ച്. ഇതൊക്കെയുള്ളൂ ഭക്ഷണം. കാരണം ഇതിൽ ടോയ്ലറ്റ് പോകാനൊന്നും പറ്റത്തില്ല, അങ്ങനെ സമയമാണ്. അപ്പോൾ കണ്ണൂരിൽ വിട്ടപ്പോൾ ഫാസ്റ്റ് നമ്മുടെ വേഗത്തിന് എഴുതുന്നുണ്ട്, കാസർഗോഡ് ഫാസ്റ്റ്. ഇതാണ് വളപട്ടണം പുഴ, പാലും പുഴയും. ഇവിടെയായിരുന്നു നേരത്തെ രാവിലെ അടിച്ചത്. അപ്പം ബ്ലോക്ക് കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് പോവാം. കാസർഗോഡ് ധർമ്മശാല എത്തുമ്പോഴത്തേന് കുറച്ച് ആളുണ്ട്, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ. നീലേശ്വരം ബ്ലോക്കാണ് വരുമ്പോൾ വൈകുന്നേരം. അപ്പം അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ.